അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന അൽ അർബഇയ്യ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴ്സിലെ 15ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ. ഈ എപ്പിസോഡിൽ 4 കിതാബുകളിൽ ഒന്നായ അന്നഹ്വുൽ വാളിഹ് അൽ ഇബ്തിദായി 2ാം ഭാഗത്തിലെ 5ാമത്തെ പാഠമാണ്. 5ാമത്തെ പാഠം അഹ്വാലു ബിനാഇൽ അംർ ഫെയില് മബ്നിയാകുമ്പോൾ ഏതൊക്കെ അവസ്ഥയിൽ വരും, ഏതൊക്കെ രീതിയിൽ വരും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പറഞ്ഞു മുഅറബ് എന്താണ്, മബ്നി എന്താണ്. അതിനുശേഷം നമ്മൾ മാളിയായ ഫെയില്, അംർ ഫെയില്, ഹർഫുകൾ എല്ലാം മബ്നിയാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ പാഠത്തില് മാളിയായ ഫെയില് മബ്നിയാകൽ ഏതൊക്കെ അവസ്ഥയിലാണ് എന്നും പറഞ്ഞു. അതിന്റെ ബാക്കി തന്നെയാണ് അംർ ഫെയില് മബ്നിയാകല് ഏതൊക്കെ അവസ്ഥയിലാണ്. അതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. മാളിയായ ഫെയില് ഫതഹിന്റെ മേൽ മബ്നിയാകും, ചിലപ്പോൾ സുക്കൂന്റെ മേൽ മബ്നിയാകും, ചിലപ്പോൾ ദുമ്മന്റെ മേൽ മബ്നിയാകും എന്നൊക്കെ പറഞ്ഞു 3 രീതിയാണ് പറഞ്ഞത്. എന്നാൽ അംർ ഫെയിലും ഇങ്ങനെ രീതികൾ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി കൂടുതലുണ്ട്. അത് നമ്മൾ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. നമ്മൾ ഉദാഹരണത്തിലേക്ക് പോവുകയാണ്. അഹ്വാലു ബിനാഇൽ അംർ അൽ അംസില. ആദ്യത്തെ 3 ഉദാഹരണം. നള്ളിഫ് അസ്നാനക ബഅദൽ അക്ലി. നള്ളിഫ് അസ്നാനക, നീ വൃത്തിയാക്ക്. അത് ഓർഡറാണ്. യുത്ലബു ബിഹി എന്നാണ് ആവശ്യപ്പെടുന്നത്. നള്ളിഫ് അസ്നാനക, നിന്റെ പല്ല് നീ വൃത്തിയാക്ക്. ബഅദൽ അക്ലി, ഭക്ഷണത്തിന് ശേഷം. ഭക്ഷണം കഴിച്ചതിന് ശേഷം നീ പല്ല് വൃത്തിയാക്ക് എന്ന് അംറാണ്. അവിടെ നള്ളിഫ് എന്നുള്ള വാക്ക് അംറാണ്. നമ്മൾ നള്ളിഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫാഇന് സുക്കൂനാണ്. തമഹൽ ഫീ സൈരിക, നിന്റെ നടത്തത്തിൽ സാവകാശം പാലിക്ക്, സ്പീഡിൽ നടക്കരുത്, മെല്ലെ നടക്ക്. അവിടെ തമഹൽ. ഇസ്തമഇ നുസ്ഹ ത്വബീബി, ഡോക്ടറുടെ ഉപദേശം, പ്രിസ്ക്രിപ്ഷൻ നീ അനുസരിക്ക്. ഇസ്തമഇ, നീ കേട്ടനുസരിക്ക്. നുസ്ഹ ത്വബീബി, ഡോക്ടറുടെ ഉപദേശം, പ്രിസ്ക്രിപ്ഷൻ, അത് നീ അനുസരിക്ക്. ഈ 3 ഉദാഹരണങ്ങളിൽ അംർ ഫെയില് നമ്മൾ പരിശോധിച്ചാൽ നള്ളിഫ്, തമഹൽ, ഇസ്തമഇ 3ഉം സുക്കൂനാണ്. അവസാനം സുക്കൂനാണ്. അപ്പോൾ സുക്കൂനിന്റെ മേൽ മബ്നിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സുക്കൂനിന്റെ മേൽ മബ്നിയായത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നള്ളിഫ്, തമഹൽ, ഇസ്തമഇ. ഇവിടെ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഈ അംർ ഫെയിലൊക്കെ അവസാനം സ്വഹീഹുൽ ആഖിർ, അവസാനം സ്വഹീഹാണ്. അങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകേണ്ടതാണ്. കാരണം കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ സ്വഹീഹ് ഏതാണ്, മുഅത്തൽ ഏതാണ് എന്ന് പറഞ്ഞതാണ്. ഒരു ഫെയില് സ്വഹീഹുൽ ആഖിർ, ആഖിർ സ്വഹീഹാണോ, ആഖിർ മുഅത്തലാണോ, ബലഹീനമായതാണോ അതോ സ്വഹീഹാണോ, ആരോഗ്യവാനാണോ എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഈ 3 അംർ ഫെയിലും അവസാനം സ്വഹീഹാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. ഈ 3 അംർ ഫെയിലിന്റെ അവസാനത്തെ ഹർഫിന് ശേഷം ഒന്നും ചേർന്ന് വന്നിട്ടില്ല. നേരിട്ട് വേറെ ഒരു ഹർഫൊന്നുമില്ല. അത് അംർ ഫെയില് മാത്രമേ ഉള്ളൂ. അതിന്റെ അവസാനത്തെ ഹർഫിനോട് ഒന്നും ചേർന്ന് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് പറയാം, അംർ ഫെയില് അവസാനം സ്വഹീഹാണെങ്കിൽ, ആ അംർ ഫെയിലിന്റെ അവസാനത്തെ ഹർഫിനോട് ഒന്നും ചേർന്ന് വന്നിട്ടില്ലെങ്കിൽ അത് സുക്കൂനിന്റെ മേൽ മബ്നിയായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നള്ളിഫ്, തമഹൽ, ഇസ്തമഇ. ഈ 2 കാര്യം ഇതില് 3 എണ്ണത്തിലുമുണ്ട്. എന്നാൽ 4ഉം 5ഉം 6ഉം ഉദാഹരണങ്ങള് ഇസ്തൈഖിദ്ന മുബക്കിറാത്തിൻ. ഇസ്തൈഖിദ്ന, സ്ത്രീകളോട് പറയാണ്. സ്ത്രീകള് ഇസ്തൈഖിദ്ന, നിങ്ങൾ ഉണരണം. മുബക്കിറാത്തിൻ, നേരത്തെ ഉണരണം. ഇസ്തൈഖിദ്ന എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾ, 2ൽ കൂടുതൽ സ്ത്രീകളോടാണ് പറയുന്നത്. നിങ്ങൾ 2 സ്ത്രീകളോടാകുമ്പോൾ വേറെ വാചകമാണ് ഉപയോഗിക്കുക. ഇസ്തൈഖിദ എന്ന് പറയണം. ഇംഗ്ലീഷും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഇംഗ്ലീഷിൽ നീ എന്ന് പറഞ്ഞാലും നിങ്ങൾ 2 പേര് എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരുപാട് പേര് എന്ന് പറഞ്ഞാലൊക്കെ യു ആണ്, യു. പക്ഷെ അറബിയില് അന്ത, അന്തുമാ, അന്തും, അന്തി, അന്തുമാ, അന്തുൻ, അങ്ങനെ 6 വാക്കുകളുണ്ട്, 6 കെലിമത്തുകളുണ്ട്. ഈ 6 കെലിമത്തുകൾക്ക് പകരം ഇംഗ്ലീഷിൽ യു എന്ന ഒറ്റ കെലിമത്തേ ഉള്ളൂ.
ഇതുകൊണ്ട് തന്നെ അറബി ഭാഷ കുറച്ചുകൂടി വ്യക്തമാണ്, എളുപ്പമാണ് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒന്നിന് പകരം 6 വന്ന് ബുദ്ധിമുട്ടായി എന്നല്ല വിചാരിക്കേണ്ടത്. യു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് മുഖത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ യു എന്ന് പറഞ്ഞാൽ അത് ആരോടാണെന്ന് പെട്ടെന്ന് വ്യക്തമാവില്ല ഇംഗ്ലീഷിൽ. പക്ഷെ അറബിയിൽ അന്ത എന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു ആണേ ഉള്ളൂ എങ്കിൽ മറ്റുള്ളതൊക്കെ പെണ്ണാണെങ്കിൽ ആ ആണിനോടാണെന്ന് ഉറപ്പായി. അന്തുമ എന്ന് പറഞ്ഞാൽ രണ്ടാണുങ്ങളോടാണ് എന്ന് ഉറപ്പായി, അല്ലെങ്കിൽ 2 പെണ്ണുങ്ങളോട്. അന്തും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആണുങ്ങളോടാണ്, നിങ്ങൾ എന്ന് 2ൽ കൂടുതൽ ആണുങ്ങളോടാണെന്ന് ഉറപ്പായി. അങ്ങനെ അതിനെ പറ്റി പറയാൻ ഒരുപാട് പറയാനുണ്ട്. സാന്ദർഭികമായി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ഇസ്തൈഖിന മുബക്കിറാത്തിൻ, ഇസ്തൈഖിന നിങ്ങൾ ഉണരണം, പെണ്ണുങ്ങളോടാണ്. മുബക്കിറാത്തിൻ നേരത്തെ. അജിദിന നിങ്ങൾ നന്നാക്കണം. ത്വബഹത്വാമി ഭക്ഷണം പാകം ചെയ്യൽ നന്നാക്കണം, നന്നായി ഭക്ഷണം പാകം ചെയ്യണം. അജിദിന നിങ്ങൾ നന്നാക്കണം. ത്വബഹത്വാമി ഭക്ഷണം പാകം ചെയ്യൽ നന്നാക്കണം. ഹദ്ദിബിന നിങ്ങൾ സംസ്കാരമുള്ളവരാക്കണം. ഔലാദക്കുന്ന നിങ്ങളുടെ കുട്ടികളെ നന്നായി അദബ് പഠിപ്പിച്ച് നന്നായി സംസ്കാരം പഠിപ്പിക്കണം, സംസ്കാരം ഉള്ളവരാക്കണം. ഈ 3 ഉദാഹരണങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുക. ഇസ്തൈഖിൽ, അജിദ്, ഹദ്ദിബ്, അതാണ് അംബ്രുഫെയിൽ. അതിന്റെ ശേഷം ന എന്നുള്ളത് ചേർന്ന് വന്നതാണ്. ഇവിടെ ആദ്യത്തെ 3 ഉദാഹരണം പറഞ്ഞതുപോലെയല്ല, രണ്ടാമത്തെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവസാനം സ്വഹീഹാണോ, സ്വഹീഹുൽ ആഖിറാണോ, അവസാനം സ്വഹീഹാണോ, സ്വഹീഹാണ്. ഇസ്തൈഖിൽ, അജിദ്, ഹദ്ദിബ് ഒക്കെ അവസാനം സ്വഹീഹാണ്, മുഅത്തല്ലല്ല. അലിഫ് വാവ് യാ ഒന്നുമല്ല, അവസാനം സ്വഹീഹാണ്. പക്ഷേ അംബ്രുഫെയിലിന്റെ അവസാനത്തെ ഹറഫിന് ശേഷം ന എന്ന നിസ്വത്ത്, നൂനുൻ നിസ്വത്ത്, നമ്മൾ മുമ്പ് പഠിച്ചതാണത്. നൂനുൻ നിസ്വത്ത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. സ്ത്രീകളെ സൂചിപ്പിക്കാനുള്ള 2ൽ കൂടുതൽ സ്ത്രീകളെ സൂചിപ്പിക്കാനുള്ള നൂന് ഈ അംബ്രുഫെയിലിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അംബ്രുഫെയിൽ എങ്ങനെയാണ് വന്നത് നമ്മൾ ഉദാഹരണത്തിൽ നോക്കുക. ഇസ്തൈഖിൽ ന, അജിദ് ന, ഹദ്ദിബ് ന, സുക്കൂൻ തന്നെയാണ്. അപ്പൊ നമുക്ക് പറയാം, എന്തു പറയാം, അംബ്രുഫെയില് ആഖിർ സ്വഹീഹാവുകയും, സ്വഹീഹുൽ ആഖിർ അവസാനം സ്വഹീഹായ അർഫാവുകയും, നിസ്വത്തിന്റെ നൂന് അല്ലെങ്കിൽ മറ്റൊന്നും ചേർന്ന് വരാതിരിക്കുകയും ചെയ്താൽ, അതായത് നിസ്വത്തിന്റെ നൂനല്ലാത്ത മറ്റൊന്നും അതിനോട് ചേർന്ന് വരാതിരിക്കുകയും ചെയ്താൽ അത് സുക്കൂനിന്റെ മേൽ മബ്നിയാണ്. അപ്പോ അംബ്രുഫെയില് സുക്കൂനിന്റെ മേൽ മബ്നിയാകും എപ്പോൾ? ആഖിർ സ്വഹീഹാണെങ്കിൽ. അതുപോലെ നിസ്വത്തിന്റെ നൂനല്ലാത്ത മറ്റൊന്നും ചേരാതിരിക്കുകയും ചെയ്താൽ, നിസ്വത്തിന്റെ നൂന് ചേർന്നാലും സുക്കൂന്റെ മേൽ മബ്നിയായിരിക്കും, സുക്കൂൻ തന്നെയാണ് പറയല്. ഒന്നും ചേരാതിരുന്നാലും സുക്കൂൻ തന്നെ പറയല്. പിന്നെ എന്താവണം? ആഖിർ സ്വഹീഹാകണം, അവസാനത്തെ ഹർഫ് സ്വഹീഹായ ഹർഫായിരിക്കണം. എന്ന് പറഞ്ഞാൽ അലിഫും വാവും യാവും ആവരുത് എന്നർത്ഥം. അപ്പൊ ഇവിടെ 6 ഉദാഹരണങ്ങള് സുക്കൂന്റെ മേൽ മബ്നിയായതിനുള്ള ഉദാഹരണങ്ങളാണ്. ആദ്യത്തെ 3 സ്വഹീഹുൽ ആഖിറുമാണ്, അവസാനം സ്വഹീഹുമാണ്, ഒന്നും ചേർന്ന് വന്നിട്ടില്ല. രണ്ടാമത്തെ ഉദാഹരണം അവസാനം സ്വഹീഹാണ്, നിസ്വത്തിന്റെ നൂനെ ചേർന്ന് വന്നിട്ടുള്ളൂ, അത് ചേർന്നാലും സുക്കൂന്റെ മേൽ മബ്നിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 7ഉം 8ഉം 9ഉം ഉദാഹരണങ്ങള്. തജന്നബന്ന അൽ മിസാഹൽ കസീറ, നീ ഒഴിവാക്കണം, അവോയ്ഡ് ചെയ്യണം, തീർച്ചയായിട്ടും നീ ഒഴിവാക്കണം. അൽ മിസാഹൽ കസീറ, കൂടുതൽ തമാശ ഒഴിവാക്കണം, ജോക്സ് ഒഴിവാക്കണം. തജന്നബന്ന, ഈ ഇന്ന എന്ന് പറഞ്ഞ നൂന്, ഇതിന് അറബി ഭാഷയിൽ നൂന് തൗക്കീദ് എന്ന് പറയും. ഒരു കാര്യം സ്ട്രെസ് ചെയ്യാനുള്ള നൂന്. ഒരു ഫെയിലിന്റെ കൂടെ വരുന്നതാണ് ഇന്ന എന്നുള്ള വാക്ക്. ഇൻ എന്നും പറയും. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. സ്ട്രെസ് ചെയ്ത് പറയാൻ, നിർബന്ധമായും എന്നുള്ള ഒരു സ്ട്രെസ് കൊടുത്ത് മാൻഡേറ്ററി ആയിട്ട് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് ഇന്ന. അപ്പൊ തജന്നബന്നൽ മിസാഹൽ കസീറ, കൂടുതൽ തമാശ നീ തീർച്ചയായിട്ടും, അവിടെ തീർച്ചയായിട്ടും എന്നുള്ളൊരു അർത്ഥം വരുന്നത് അന്ന എന്നുണ്ടായത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നീ തമാശ വെടിയണം, ഒഴിവാക്കണം, ക്വിറ്റ് ചെയ്യണം. തജന്നബന്ന. ആഷിറന്ന, നീ കൂട്ടുകൂടണം, തീർച്ചയായിട്ടും കൂട്ടുകൂടണം. ഇഖ്വാനക, നിന്റെ സഹോദരങ്ങളോട് ബിൽ മാറൂഫി, നല്ല കാര്യത്തിൽ കൂട്ടുകൂടണം. മാറൂഫ് കൊണ്ട്, നല്ല കാര്യം കൊണ്ട് കൂട്ടുകൂടണം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളിലൊക്കെ സഹോദരന്മാരോട്, സ്നേഹിതന്മാരോട് കൂട്ടുകൂടണം. ആഷിറന്ന, ആഷിറന്ന, ആഷിർ എന്നാണ് ശരിക്ക് നേരിട്ട് അംബർ പറയുകയാണെങ്കിൽ. ആഷിർ, നീ കൂട്ടുകൂട് എന്ന്. പക്ഷെ തീർച്ചയായും കൂടണം എന്ന് പറയുമ്പോൾ അംബർ
കൽപ്പിക്കുമ്പോൾ ആഷിറന്ന ഒരു ന എന്നും കൂടി ന എന്നും കൂടി അവിടെ കൂടും. ഉഖ്റുജന്ന ഇലൽ ഹദീദ് ഇലൽ ഹുകൂലി, ഉഖ്റുജന്ന ഇലൽ ഹുകൂലി, നീ വയലിലേക്ക് പോവുക തന്നെ വേണം, വയലിലേക്ക് പോവുക തന്നെ വേണം. ഉഖ്റുജ്, നീ പുറപ്പെടണം. ഉഖ്റുജ് എന്ന് മാത്രമാണ് ഉഖ്റുജ് എന്നാണ് പറഞ്ഞത്, സുക്കൂനാണ്. പക്ഷെ അവിടെ നൂൻ ഉണ്ടായതുകൊണ്ട്, തൗക്കീദിന്റെ നൂൻ ഉണ്ടായതുകൊണ്ട് ഉഖ്റുജന്ന ഇലൽ ഹുകൂലി, വയലിലേക്ക് പോവുക തന്നെ വേണം. 10ാമത്തെ ഉദാഹരണം, നമ്മൾ ഈ 6 ഉദാഹരണങ്ങളോട് നോക്കുക. ഇഹ്ഫളൻ അഹ്ദസ് സ്വദീഖി, നീ സംരക്ഷിക്കണം, സൂക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം. അഹ്ദസ് സ്വദീഖി, കൂട്ടുകാരന്റെ ഉടമ്പടിയെ, കൂട്ടുകാരന് എന്തെങ്കിലും ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യണം, അത് സൂക്ഷിക്കണം, അതിങ്ങനെ പുറത്തൊന്നും പറയരുത് എന്നർത്ഥം. ഇഹ്ഫളൻ, നീ തീർച്ചയായും സൂക്ഷിക്കണം എന്നാണ്. നമ്മൾ ഇന്ന എന്ന് ആദ്യത്തെ ഉദാഹരണങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അഹ്സിനൻ ഇലന്നാസി, നീ ഗുണം ചെയ്യണം, നന്മ ചെയ്യണം. ഇലന്നാസി, ജനങ്ങളോട് നന്മ ചെയ്യണം. ഔഖിദൻ മിസ്ബാഹക, നീ കത്തിക്കണം. മിസ്ബാഹക, നിന്റെ വിളക്ക് നീ കത്തിക്കണം. തീർച്ചയായും, ഇവിടൊക്കെ തീർച്ചയായും ഉണ്ട് കേട്ടോ. അഹ്സിനൻ ഇലന്നാസി, തീർച്ചയായും ജനങ്ങളോട് നന്മ ചെയ്യണം. ഔഖിദൻ മിസ്ബാഹക, തീർച്ചയായും നിന്റെ വിളക്ക് നീ കത്തിക്കണം. അപ്പൊ ഈ 7 മുതൽ 7, 8, 9, 10, 11, 12 ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവയൊക്കെ അവസാനം സ്വഹീഹ് തന്നെയാണ്, അവസാനം സ്വഹീഹായ അർഫാണ്. ഫതജന്നബ സ്വഹീഹാണ്. ആഷിറ, ഉഖ്റുജ് ജീം, ഇഹ്ഫള ള, അഹ്സിനൻ നൂന്, ഔഖിദൻ ദാല്, ഇവിടൊക്കെ സ്വഹീഹായ അർഫാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം, അതിനോട് വേറൊരു ഹർഫ് ചേർന്ന് വന്നിട്ടുണ്ട്, തൗക്കീദിന്റെ നൂന്. അത് സഖീലായ തൗക്കീദ് എന്ന് പറയും, എന്ന് പറയുമ്പോ ഖഫീഫായ നൂന് എന്ന് പറയും, എന്ന് പറയുമ്പോ എന്തായാലും തൗക്കീദിന്റെ നൂന് അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നത് ആഖിർ സ്വഹീഹ് ആണെങ്കിലും മറ്റൊരു സാധനം അതിനോട് ചേർന്ന് വന്നാൽ, അത് നിസ്വത്തിന്റെ നൂനാണെങ്കിൽ പ്രശ്നമില്ല, സുക്കൂനിന്റെ മേൽ മബ്നി ആയിരിക്കും. നമ്മൾ ആദ്യത്തെ ഉദാഹരണങ്ങളിൽ പറഞ്ഞു. ഇവിടെ നിസ്വത്തിന്റെ നൂനല്ലാത്ത, സ്ത്രീകളെ സൂചിപ്പിക്കുന്ന നൂനല്ലാത്ത എന്തെങ്കിലും ചേർന്ന് വന്നാൽ, അപ്പൊ ഒരു സാധനം ചേർന്ന് വന്നിട്ടുണ്ട്, തൗക്കീദിന്റെ നൂന്, അത് ചേർന്ന് വന്നത് കൊണ്ട് ഈ അംറ് ഫീലൊക്കെ ഫതഹിന്റെ മേൽ മബ്നിയാണ് എന്ന് നമുക്ക് പറയാം. നോക്കൂ, തജന്നബന്ന, ആഷിറന്ന, ഉഖ്റുജന്ന, ഇഹ്ഫളൻ, അഹ്സിനൻ, ഔഖിദൻ ഒക്കെ ഫതഹിന്റെ മേൽ മബ്നിയാണ്. കാരണം എന്താണ്? ആഖിർ സ്വഹീഹാണ്, പിന്നെ തൗക്കീദിന്റെ നൂന് ചേർന്ന് വന്നിട്ടുണ്ട്. അത് നിസ്ബത്തിന്റെ നൂനായിരുന്നെങ്കിലോ, നിസ്ബത്തിന്റെ നൂനായിരുന്നെങ്കിൽ പിന്നെ സുക്കൂന്റെ മേൽ മബ്നിയായിരുന്നു. ഇവിടെ നിസ്ബത്തിന്റെ നൂനല്ല, തൗക്കീദിന്റെ നൂനാണ്. അർത്ഥം മനസ്സിലാക്കണം, സാഹചര്യം മനസ്സിലാക്കണം, അതിനനുസരിച്ച് നമ്മൾ അർത്ഥം വെക്കുക. അപ്പൊ ഇഹ്ഫളൻ, അഹ്സിനൻ, ഔഖിദൻ, അങ്ങനെ ആ 6 ഉദാഹരണങ്ങളും പിന്നെ ഫതഹിന്റെ മേൽ മബ്നിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അംറുഫയില് അതിലുള്ള അംറ് ഫതഹിന്റെ മേൽ മബ്നിയാണ് എന്ന് പറയാൻ പറ്റും. കാരണം ആഖിർ സ്വഹീഹാണ് ആ അംറ് ഫീലിന്റെ, പക്ഷെ തൗക്കീദിന്റെ നൂനിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി 13, 14, 15 ഉദാഹരണങ്ങൾ. അൽഖിശബകത യാ സയ്യാദു, അൽഖിശബകത യാ സയ്യാദു, പിന്നെ വേട്ടക്കാരാ, യാ സയ്യാദു എന്ന് പറഞ്ഞ വേട്ടക്കാരാ എന്ന് വിളിക്കുകയാണ്. നീ വല എറിയുക, കൽപ്പിക്കാണ്. അൽഖി, നീ ഇടുക, എറിയുക. അശബകത വല, യാ സയ്യാദു വേട്ടക്കാരാ, അംറഫീലാണ് അൽഖി എന്ന്. ഉദ്ഉ, ഡോക്ടറിനെ വിളിക്കൂ, ഡോക്ടറെ വിളിക്കൂ. ഉദ്ഉ, വിളിക്കൂ, അത് അംറാണ്. അത്വബീബ, ഡോക്ടറെ. തഹറ സിദ്ഖ, തഹറ നീ സൂക്ഷിക്കണം, പാലിക്കണം. അസ്സിദ്ഖ സത്യസന്ധത, സത്യം പാലിക്കണം. ഫീമാ തഖൂലു നീ പറയുന്നതിൽ, ഫീമാ തഖൂലു നീ പറയുന്നതിൽ സത്യം പാലിക്കണം, സത്യസന്ധത സൂക്ഷിക്കണം, സത്യം സൂക്ഷിക്കണം എന്ന്. ഇവിടെ ഉദാഹരണങ്ങളിൽ അംറുഫയിൽ നോക്കിയാൽ ഒന്ന് അൽഖി എന്നാണ്, മറ്റൊന്ന് ഉദ്ഉ എന്നാണ്, മറ്റൊന്ന് തഹറ എന്നാണ്. ഇവിടുന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ചിലപ്പോ കസ്റിന്റെ മേൽ മബ്നിയാവും, ചിലപ്പോൾ ലൊമ്മിന്റെ മേൽ മബ്നിയാവും, ചിലപ്പോ ഫതഹിന്റെ മേൽ മബ്നിയാവും എന്നാണോ? അല്ല, ഇതൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് മബ്നി. നമ്മൾ ഹർക്കത്തല്ല ഇവിടെ നോക്കേണ്ടത്. ഈ ഫെയിലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അൽഖ, അൽഖി,
ഉദു, തഹറ. ഈ ഫെയിലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ മുഅത്തല്ലുൽ ആഖിർ ആയിരുന്നു. കാരണം നമ്മൾ കേട്ട പദം തന്നെയാണ് അൽ ഖാ യുൽഖി എന്നാണ്. അതിന്റെ അവസാനം ഖാഫല്ല, അലിഫാണ്. അൽ ഖാ. മുദാരിഅ ഫെയിൽ പറയുമ്പോൾ യുൽഖി, അവിടെ യാ ആണ് അവസാനം. ഉദു, ദആ എന്നുള്ളത് അലിഫാണ്, ഐനല്ല അവസാനത്തെ ഹർഫ്. തഹറ എന്നുണ്ടായിരുന്നു, അവിടെ ഒരു അലിഫ് ഉണ്ടായിരുന്നു. തഹറ, ഉദു, ദആ, അൽഖാ, അവിടൊക്കെ അലിഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അംബ്ര ഫെയിൽ വന്നപ്പോൾ എന്തായി? ആ അവസാനത്തെ ഹർഫ് കളഞ്ഞു. അതായത് മുഅത്തല്ലായ ഹർഫ്, ബലഹീനമായ ഹർഫിനെ കളഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു ഉദാഹരണത്തിൽ എന്ത് പറയാം? അവസാനം സ്വഹീഹല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അലിഫോ വാവോ യാഓ ആണെങ്കിൽ അതിനെ കളയൽ കൊണ്ടാണ് മബ്നിയുൻ അലാ ഹദ്ഫി ഹർഫിൽ ഇല്ലത്തി. ഇല്ലത്തിന്റെ ഹർഫ് കളയൽ കൊണ്ടാണ് മബ്നി. ആദ്യം പറഞ്ഞുകൊടുത്ത് പിന്നെ സുക്കൂനിന്റെ മേൽ മബ്നി, രണ്ടാമത് പറഞ്ഞുകൊടുത്ത് ഫതഹിന്റെ മേൽ മബ്നി. ഇവിടെ എന്താണ്? ഇല്ലത്തിന്റെ ഹർഫിനെ കളയൽ കൊണ്ട് മബ്നി. ഇല്ലത്തിന്റെ ഹർഫിനെ കളയൽ കൊണ്ട് മബ്നി. അൽ ഖാ യുൽഖി എന്നുള്ളടത്ത് അവസാനത്തെ ഹർഫിനെ അൽഖി, കാഫറ നിർത്തി അവസാനത്തെ ഹർഫിനെ കളഞ്ഞു. ഉദു എന്നുള്ളത് വാവിനെ കളഞ്ഞു, ഐനിനെ നിർത്തി ഉദു. തഹറ എന്നുള്ളടത്ത് അങ്ങനെ തന്നെ അവസാനത്തെ അലിഫിനെ കളഞ്ഞു, തഹറ. അപ്പൊ അംറു ഫെയില് മുഅത്തല്ലുൽ ആഖിർ ആണെങ്കിൽ, അവസാനം ബലഹീനമായ ഹർഫാണെങ്കിൽ അതിനെ കളയൽ കൊണ്ടാണ് മബ്നി. ഇനി 16, 17, 18 നോക്കൂ. ഇഫ്തഹ നവാഫിദൽ ഹുജ്റതി. ഇഫ്തഹ, നിങ്ങൾ രണ്ടുപേരും തുറക്കുക. അവിടെ അതൊക്കെ ശരിക്കും സർഫ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. സർഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിനെ വിവിധ ഇനങ്ങളാക്കി തിരിക്കുന്നതാണ് സർഫ്. ഇപ്പൊ ഫതഹ, ഫതഹ, ഫതഹ നിങ്ങൾക്ക് അറിയായിരിക്കും പലർക്കും. ഇവിടെ ഇഫ്തഹാനി എന്ന് ശരിക്ക് ഉണ്ടാകും. അതിന് മുതാരി രണ്ടുപേര് തുറക്കുക എന്നുള്ളതിന് ഇഫ്തഹാനി എന്നൊക്കെയാണ്. ഒരു നൂന് അവസാനം ഒരു നൂനുണ്ടാവും. നൂനു തസ്നിയ, തസ്നിയന്റെ നൂനുണ്ടാവും. ശരിക്കും ഇഫ്തഹാനി എന്നാണ് പറയേണ്ടത്. ഇഫ്തഹാ നവാഫിദൽ ഹുജ്റതി, നിങ്ങൾ എന്ത് ചെയ്യുക? റൂമിന്റെ ജനലുകൾ തുറന്നിടുക. അക്രിമ, നിങ്ങൾ ബഹുമാനിക്കുക, മാനിക്കുക. ദുയൂഫകുമ, നിങ്ങളുടെ അതിഥികളെ മാനിക്കുക. അവിടെ ശരിക്കും അക്രിമാനി ഉണ്ടാവണം. പക്ഷെ ഇവിടെ അക്രിമ എന്നേ ഉള്ളൂ. ഉഹ്സുസ, നിങ്ങൾ കുലുക്കുക. ഷജറത്തൻ നബക്ക്, നബുക്ക് മരത്തെ നിങ്ങൾ കുലുക്കുക. അപ്പൊ ഇവിടെ ഇഫ്തഹ, അക്രിമ, ഉഹ്സുസ എന്നുള്ളത് മൂന്നും അംറാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും തസ്നിയ ആയതുകൊണ്ട്, തസ്നിയ പറഞ്ഞ രണ്ടുപേര്, ഇവിടെയൊക്കെ രണ്ടുപേരോടാണ് അഭിസംബോധന. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷിലും അറബിയിലും വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ യു എന്ന് തന്നെയാണ് രണ്ടാളുണ്ടായാലൊക്കെ പറയല്. വെർബും അങ്ങനെ തന്നെയാണ്. പിന്നെ രണ്ടാളുണ്ടായാലൊക്കെ ഒരേപോലെ തന്നെയാണ് ഉപയോഗിക്കല്. പക്ഷെ അറബിയില് ഓരോന്നിനും വ്യത്യാസമുണ്ട്. ശരിക്കും ഇവിടെ ഇഫ്തഹാനി, അക്രിമാനി, ഉഹ്സുസാനി എന്നൊക്കെ പറയേണ്ടതായിരുന്നു. പക്ഷെ അംബ്രു ഫെയില് മബ്നി ആയത് ഇവിടെ നൂനിനെ കളയൽ കൊണ്ടാണ്. തസ്നിയാന്റെ നൂനിനെ കളയൽ കൊണ്ട് മബ്നി. ആ പിന്നെ അർക്കത്ത് കൊണ്ടല്ല ഇവിടെ മബ്നി ആയത്. നമ്മൾ മുമ്പ് ഇല്ലത്തിന്റെ ഹർഫിനെ കളയൽ കൊണ്ട് മബ്നി എന്ന് മുഅത്തല്ലുൽ ആഖിറിന് പറഞ്ഞതുപോലെ തസ്നിയായ അംറാണെങ്കിൽ അവിടെ നൂനിനെ കളയൽ കൊണ്ടാണ് മബ്നി. അതാണ് 16, 17, 18 ഉദാഹരണങ്ങള്. അതേപോലെ തന്നെ 19, 20, 21 ഉദാഹരണങ്ങള്. ഇജ്മാഉ സമറൽ ബുസ്താനി, നിങ്ങൾ ശേഖരിക്കുക. രണ്ടിൽ കൂടുതൽ പേരോടാണ്. അവർ, നിങ്ങൾ 3 പേര് അല്ലെങ്കിൽ 3-ൽ കൂടുതൽ പേര്. ജംആണ്, മറ്റത് തസ്നിയായിരുന്നു, ഇവിടെ ജംആണ്. ഇജ്മാഉ സമറൽ ബുസ്താനി, പൂന്തോട്ടത്തിലെ ഫലങ്ങളൊക്കെ ശേഖരിക്കുക. ഇസ്തഹിമ്മു, നിങ്ങൾ കുളിക്കുക. ഫിൻ നഹരി, പുഴയിൽ കുളിക്കുക. ഉഖ്റുജു ഇലൽ ഹുകൂലി, നിങ്ങൾ പുറപ്പെടുക. ഇലൽ ഹുകൂലി, വാലിലേക്ക് പുറപ്പെടുക. ഇവിടെ 3 സ്ഥലത്തും നമ്മൾ തസ്നിയക്ക് പറഞ്ഞതുപോലെ ജമ്മിനും എന്തുണ്ടാകും? ഒരു നൂനുണ്ടാകും. ഇജ്മഊന, യജ്മഊന, യസ്തഹിമ്മൂന, യഖ്റുജൂന എന്നൊക്കെയാണ് കാര്യം ഉണ്ടാവുക. അപ്പൊ ജമ്മിനൊരു നൂനുണ്ടാകും. ഇവിടെ മബ്നിയായത് ആ നൂനിനെ കളയൽ കൊണ്ടാണ് മബ്നി. ഇജ്മഊന, ഇസ്തഹിമ്മൂന ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ കളയൽ കൊണ്ടാണ് മബ്നി. അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇജ്മഊ, ഇസ്തഹിമ്മൂ, ഉഖ്റുജു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇജ്മാഉ എന്ന് പറഞ്ഞാൽ വാവിന്റെ ശേഷം ഒരു അലിഫ് ഉണ്ട്. അത് അറബി നിയമം തന്നെയാണ്. അങ്ങനെ ഒരു അലിഫ് എഴുതണം. ജമ്മിന്റെ വാവാണ് എന്ന് അറിയാൻ വേണ്ടിയൊക്കെയാണ് അത്. പിന്നെ അപ്പൊ അങ്ങനെ ജമ്മിന്റെ വാവാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അവർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വാവാണെങ്കിൽ, അത് അംറിന് മാത്രമല്ല ഏത് ഫെയിലിനും ജം ആണെങ്കിൽ ആ ജമ്മിന്റെ വാവിന്റെ ശേഷം ഒരു അലിഫ് എഴുതൽ നിർബന്ധമാണ്. അപ്പൊ ഇവിടെ ഇജ്മാഉ, ഇസ്തഹിമ്മു, ഉഖ്റുജു എന്നുള്ളടത്ത് നൂൻ ഉണ്ടായിരുന്നു. ആ നൂനിനെ കളയൽ കൊണ്ടാണ് മബ്നി. ഇനി 22, 23, 24 ഉദാഹരണങ്ങൾ നോക്കാം. റത്തിബി അസാസൽ ഹുജ്റതി.
റത്തിബി ആരാണ്? ഒരു പെണ്ണിനോട് പറയാണ്. റത്തിബി അസാസൽ ഹുജ്റത്തി, അടുത്തുള്ള ഒരു പെണ്ണിനോട്. പക്ഷെ റത്തിബീന എന്നുണ്ടായിരുന്നു, റൂമിലെ ഫേർണിച്ചർ സെറ്റാക്കുക എന്നാണ്. റത്തിബി അസാസൽ ഹുജ്റത്തി, റൂമിലെ ഫേർണിച്ചറൊക്കെ സെറ്റാക്കുക. അഹ്ലിക്കി ബാബദ്ദാരി, വീടിന്റെ വാതില് അടക്കുക. അഹ്ലിക്കി ബാബദ്ദാരി, വീടിന്റെ വാതില് അടക്കുക. ഇഹ്ഫദി ദർസക്കി, പാഠം മനപ്പാഠമാക്കുക. എന്തായാലും ഒരു പെണ്ണിനോടാണ് അഭിസംബോധന. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായി, അവിടെ ഒരു നൂനുണ്ടായിരുന്നു, ആ നൂന് കളഞ്ഞു. ആ നൂനിനെ കളയൽ കൊണ്ടാണ് ഈ സ്ഥലത്ത് എന്ത് മബ്നിയാക്കുന്നത്. ഇതാണ് നമ്മൾ ഉദാഹരണത്തിലൂടെ പഠിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് അതിന്റെ കായിദയിലേക്ക്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കാര്യം തന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യം തന്നെ കായിദ അത് ഷോർട്ടായിട്ട് പറയാം, കായിദയായിട്ട് പറയാം. കായിദ നമ്പർ 35. യുബ്ന ഫിഅലുൽ അംരി അല സുകൂനി, അംറ് ഫിഅല് സുകൂന്റെ മേൽ മബ്നിയാക്കപ്പെടും. എപ്പോ? ഇദാ കാന സ്വഹീഹൽ ആഖിരി, ആഖിർ സ്വഹീഹാണെങ്കിൽ. ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, വലം യത്തസിൽ ബിഹി ഷൈഉൻ, ഒന്നും അതിനോട് ചേർന്ന് വന്നിട്ടില്ല എങ്കിൽ. വകദാലിക ഇദത്തസലത്ത് ബിഹി നൂനുൻ നിസ്വത്തി, നിസ്വത്തിന് നൂന് ചേർന്ന് വന്നാലും പിന്നെ സുക്കൂന്റെ മേൽ തന്നെയാണ് മബ്നി. അത് നമ്മൾ മുമ്പ് ആദ്യത്തെ ഉദാഹരണത്തിൽ പറഞ്ഞതാണ്. സ്വഹീഹുൽ ആഖിറാണ്, വേറെ ഒന്നും അതിനോട് ചേർന്ന് വന്നിട്ടില്ലെങ്കിൽ അംറ് ഫിഅല് സുക്കൂന്റെ മേൽ മബ്നിയായിരിക്കും. നിസ്വത്തിന്റെ നൂന് വന്നാലും സുക്കൂന്റെ മേൽ മബ്നിയായിരിക്കും. അപ്പൊ നിസ്വത്തിന്റെ നൂന് ചേർന്ന് വന്നാൽ അതിന്റെ പ്രശ്നമൊന്നുമില്ല, സുക്കൂന്റെ മേൽ തന്നെയാണ് മബ്നിയാവുക. ഇനി വയുബ്ന അലൽ ഫതഹി, ഫതഹിന്റെ മേൽ മബ്നിയാകും. തജന്നബന്ന എന്ന് നമ്മൾ പറഞ്ഞതുപോലെ. ഇദത്തസലത്ത് ബിഹി നൂന് തൗക്കീദി, തൗക്കീദിന്റെ നൂന് അതിനോട് ചേർന്ന് വന്നാൽ. തൗക്കീദിന്റെ നൂന് രണ്ട് വിധമുണ്ട്, സഖീല ന എന്ന് പറയുന്നത്, ഖഫീഫ എന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ തൗക്കീദിന്റെ നൂന് ചേർന്ന് വന്നാൽ ഫതഹിന്റെ മേൽ മബ്നിയായിരിക്കും. വയുബ്ന അലാ ഹദ്ഫി ഹർഫിൽ ഹില്ലത്തി, വയുബ്ന അലാ ഹദ്ഫി ഹർഫിൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ അർഫിനെ, ബലഹീനമായ അർഫിനെ, അതായത് അലിഫ് വാവ് യാ, അതിൽ ഏതെങ്കിലും ഒന്നിനെ കളയൽ കൊണ്ടാണ് മബ്നി. ഇദാകാന മുഅത്തല്ലൽ ആഖിരി, ആ അംറ് ഫീൽ മുഅത്തല്ലൽ ആഖിർ ആണെങ്കിൽ, സ്വഹീഹ് അല്ലെങ്കിൽ എന്നർത്ഥം. വയുബ്ന അലാ ഹദ്ഫിൻ നൂനി, നൂനിനെ കളയൽ കൊണ്ട് മബ്നിയാകും. ഇദത്തസലത്ത് ബിഹി അലിഫുൽ ഇസ്നൈനി, തസ്നിയ എന്നുള്ള ഇസ്നൈനിന്റെ അലിഫ് അതിനോട് ചേർന്നാൽ. ഔ വാവുൽ ജമാഅത്തി, ജമാഅത്തിന്റെ വാവ്, ഇജ്മഉ എന്ന് പറഞ്ഞു, അങ്ങനെ ചേർന്നാൽ. ഔ യാഉ മുഖാതബത്തിൻ, മുഖാതബത്തിന്റെ യാ റത്തിബി എന്ന് പറഞ്ഞല്ല, ആ യാ ചേർന്നാൽ അവിടൊക്കെ നൂനിനെ കളയൽ കൊണ്ടാണ് മബ്നി. ഇതാണ് നമ്മൾ ഈ ഒരു പാഠം. നമ്മൾ അംറ് ഫീല് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അംറ് ഫീല് മബ്നി ആണെന്ന്. അത് എങ്ങനെയൊക്കെയാണ് മബ്നി എന്നാണ് ഇപ്പൊ പറഞ്ഞത്. എങ്ങനെയൊക്കെയാണ് മബ്നി? സുക്കൂനിന്റെ മേൽ മബ്നിയാകും, ഫതഹിന്റെ മേൽ മബ്നിയാകും, ഇല്ലത്തിന്റെ ഹർഫിനെ കളയൽ കൊണ്ട് മബ്നിയാകും, നൂനിനെ കളയൽ കൊണ്ടും മബ്നിയാകും. അത് എപ്പോഴൊക്കെയാണെന്ന് നമ്മൾ ഈ ഷോർട്ടായിട്ട് കായികയിലൂടെയും ഉദാഹരണത്തിലൂടെയും വിശദീകരിച്ചു. ഇനി അതിന്റെ ഒരു തംരീൻ അയ്യിൻ ഫിൽ ഇബാറത്തിൽ ആതിയ അഫാലൽ അംറിൽ മബ്നിയ അല സുകൂനി വൽ മബ്നിയ അലൽ ഫത്ഹി വൽ മബ്നിയ അല ഹർഫിൽ ആഖിരി വദ്കുരി സബബ ഫീ കുല്ലി ഹാൽ. താഴെ വരുന്ന ഒരു പാരഗ്രാഫില് മബ്നിയ ഫീൽ ഏതാണെന്ന് വ്യക്തമാക്കുക. എങ്ങനെ മബ്നി? സുക്കൂന്റെ മേൽ മബ്നിയ ഫീൽ ഏതാണെന്ന് വ്യക്തമാക്കുക, ഫതഹിന്റെ മേൽ മബ്നിയ ഫീൽ ഏതാണെന്ന് വ്യക്തമാക്കുക. പിന്നെ അവസാനത്തെ ഹർഫിനെ, അത് ഇല്ലത്തിന്റെ ഹർഫായാലും ശരി നൂനായാലും ശരി, അവസാനത്തെ ഹർഫിനെ കളയൽ കൊണ്ട് മബ്നിയ ഏതാണെന്ന് വ്യക്തമാക്കുക. താഴെ ഒരുപാട് അംറ് ഫീലുകളുണ്ട്. അതിൽ മാദിയായ ഫീലൊക്കെ ഉണ്ടാകും, അത് നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ്. ഇതില് അംറ് ഫീലില് സുക്കൂന്റെ മേൽ മബ്നിയായത് ഏതാണ്, ഫതഹിന്റെ മേൽ മബ്നിയായത് ഏതാണ്, അവസാനത്തെ കളയൽ കൊണ്ട് മബ്നിയായത് ഏതാണ് എന്ന് വ്യക്തമാക്കുക. അതിന്റെ കൂടെ തന്നെ എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണമെന്നും പറയുക. അതിന്റെ ആ ഒരു പാരഗ്രാഫ്, ഇദാ സാറക സ്വദീഖുൻ, നിന്നെ ഒരു കൂട്ടുകാരൻ സന്ദർശിച്ചാൽ, ഫഅൽഖിഹി, അവനെ കണ്ടുമുട്ടുക നീ, ബിൽ ബിശ്രി, സന്തോഷം കൊണ്ട്, ബിശ്റ് കൊണ്ട്, സന്തോഷം കൊണ്ട് കണ്ടുമുട്ടണം. വബാലിഗ് ഫീ ഇക്റാമിഹി, അവനെ ബഹുമാനിക്കുന്നതിൽ മാനിക്കുന്നതിൽ നീ പിന്നെ മികവ് കാട്ടണം, കൂടുതൽ ധാരാളിത്തം കാട്ടണം, നന്നായി മാനിക്കണം, നന്നായി ബഹുമാനിക്കണം എന്ന്. വഅസ്ഗി, നീ ശ്രദ്ധിക്കണം, ഇലാ ഹദീഥിഹി, അവന്റെ സംസാരം ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. വജഅലന്നഹു, അവനെ നീ ആക്കി തീർക്കണം, യശഉറു, ഫീൽ ചെയ്യുന്നവനാക്കി തീർക്കണം, കഅന്നഹു ഫീ മൻസിലിഹി വബൈന അഹ്ലിഹി, അവൻ അവന്റെ വീട്ടിലായതുപോലെ, അവന്റെ കുടുംബക്കാരോടൊപ്പം ആയതുപോലെ, അതായത് ഒരു സ്ട്രേഞ്ച്നെസ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുത്. വഇദാ അറാദൽ ഇൻസിറാഫ, അവൻ പോകാൻ ഉദ്ദേശിച്ചാൽ, ഫശയ്യഅന്നഹു ഇലൽ ബാബി, അവൻ പോകാൻ ഉദ്ദേശിച്ചാൽ ഫശയ്യഅന്നഹു ഇലൽ ബാബി, വാതിൽ വരെ അവനെ പിന്തുടരണം, ഒപ്പം പോകണം.
വഷ്കുറന്നഹു തീർച്ചയായും അന്ന എന്നുള്ളടത്തും തീർച്ചയായും എന്നുള്ള അർത്ഥമുണ്ട്. വഷ്കുറന്നഹു അലാ സിയാറത്തിഹി അവനെ ഇവിടെ സന്ദർശിച്ചതിൽ അവനോട് നന്ദി പറയുകയും വേണം തീർച്ചയായും. വർജു നീ ആഗ്രഹിക്കണം അയ്യഊദ ഇലാ സിയാറത്തിക വീണ്ടും അവൻ നിന്നെ സന്ദർശിക്കാൻ വരണമെന്ന് ആഗ്രഹിക്കണം. ഫിൽ ഫുറസിൽ കരീബ അടുത്ത ചാൻസിൽ തന്നെ അടുത്ത അവസരത്തിൽ തന്നെ വീണ്ടും അങ്ങോട്ട് വരാനായിട്ട് നീ ആഗ്രഹിക്കുകയും വേണം. അതാണ് ഈ ഒരു പാരഗ്രാഫ്. ഇതില് ഇതാ സാറക്കാനുള്ള മാലിയ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അംബ്രഫീലാണ് അസ്ഗി എന്ന് യാതിനെ കളയിൽ കൊണ്ടാണ് അവിടെ മബിനി. നൂറുണ്ടായതുകൊണ്ട് ജഅല എന്ന് ഫതഹിനെ മബിനിയാക്കി. പിന്നെ റജായി അർജു എന്നുണ്ടായിരുന്നു. വാവാണ് ശരിക്കും അവസാനത്തെ ഹർഫ്, പക്ഷെ അത് മുഅത്തലായതുകൊണ്ട് വർജു എന്ന് മുഅത്തലിന്റെ ഹർഫിനെ കളയിൽ കൊണ്ട് മബിനിയാക്കി. അപ്പൊ ഇങ്ങനെ ഓരോന്നും തംരീനുകൾ കൂടുതലൊക്കെ വായിച്ചു നോക്കിയിട്ട് ഏതൊക്കെയാണ് വെക്കേണ്ടത് എന്നൊക്കെ നമ്മൾ നോക്കുക. രണ്ടാമതൊരു തംരീൻ ഹാത്തി അംറ കുല്ലി ഫൈലി മിനൽ അഫ്ആലിൽ മാദിയ അല്ലാത്തിയ ബിഹൈതു യകൂനു മറത്തൻ മബ്നിയൻ അല സുകൂനി വമറത്തൻ അലൽ ഫതഹി വമറത്തൻ അല ഹദ്ഫിൻ നൂനി. താഴെ 4 ഫെയിലുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അംറ് ഫെയിൽ ഉണ്ടാക്കുക. എന്നിട്ട് ആ അംറ് ഫെയില് ജുംലയിൽ പ്രയോഗിച്ചിട്ട് ഒരു വട്ടം അത് സുക്കൂന്റെ മേൽ മബിനിയാകണം, ഒരു വട്ടം ഫതഹിന്റെ മേൽ മബിനിയാകണം, ഒരു വട്ടം നൂനിനെ കളയൽ കൊണ്ട് മബിനിയാകണം. അതായത് ഒരു വട്ടം നേരിട്ട് ആണ്ട് പറയാ, രണ്ടാം പ്രാവശ്യം ഫതഹിന്റെ മേൽ മബിനിയാകൽ എപ്പോഴാണ് തൗക്കീദിന്റെ നൂന് കൊടുക്കുക. പിന്നെ നൂനിനെ കളയൽ കൊണ്ട് മബിനിയാന്ന് പറഞ്ഞാൽ തസ്നിയെ ജമ്മോ ആക്കുക. കതബ, ഫഹിമ, ഇജ്തഹദ, ഇസ്തഫഹമ. കതബ എഴുതി, ഫഹിമ ഗ്രഹിച്ചു മനസ്സിലാക്കി, ഇജ്തഹദ അധ്വാനിച്ചു, ഇസ്തഫഹമ കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി. അപ്പൊ അങ്ങനത്തെ ആ ഒരു തംരീനിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഏതായാലും ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.